അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലും കടുത്ത ഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ സംഘർഷം വൻ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാനമായ ഊർജ്ജ ശൃംഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായ ആക്രമണ ഭീഷണി മുഴക്കിയതിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങൾക്ക് ശക്തമായ അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ സൈനിക നീക്കങ്ങളിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ പിന്തിരിപ്പിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉടനടി സമ്മർദ്ദം ചെലുത്തണമെന്നും അല്ലാത്തപക്ഷം ഗൾഫ് മേഖലയിലെ പ്രമുഖ എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്നുമാണ് ടെഹ്റാന്റെ കടുത്ത താക്കീത്. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യത്തെയും സഖ്യരാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെയും ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം കൂട്ടാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇറാൻ ഇതിലൂടെ നടപ്പിലാക്കുന്നത്. പശ്ചിമേഷ്യയിലുടനീളം യുദ്ധത്തിന്റെ നിഴൽ വീണ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വിപുലമായ ഉന്നതതല നയതന്ത്ര ചർച്ചകളാണ് നടത്തിയത്. സൗദി അറേബ്യ, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും പാകിസ്ഥാൻ സായുധ സേനാ മേധാവിയുമായും അദ്ദേഹം നേരിട്ട് ആശയവിനിമയം നടത്തി. അമേരിക്ക ഇറാന് നേരെ പുതിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടാൽ അതിന്റെ പ്രത്യാഘാതം കേവലം ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്നും ഗൾഫിലുടനീളമുള്ള US സൈനിക ആസ്തികൾക്കും എണ്ണപ്പാടങ്ങൾ, ശുദ്ധീകരണശാലകൾ, ജലവിതരണ ശൃംഖലകൾ, വൈദ്യുതി ഗ്രിഡുകൾ എന്നിവയ്ക്കും നേരെ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അരാക്ചി വ്യക്തമായി അറിയിച്ചു. മേഖലയിലെ പ്രാദേശിക രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളെക്കുറിച്ച് ഇറാൻ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു പ്രാദേശിക നാശനഷ്ടവും ആഗോള സാമ്പത്തിക തകർച്ചയും ഒഴിവാക്കാൻ നയതന്ത്രപരമായ പരിഹാരമാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഏതു തരത്തിലുള്ള അധിനിവേശത്തെയും പ്രതിരോധിക്കാൻ ഇറാൻ സജ്ജമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ഔദ്യോഗിക മുന്നറിയിപ്പ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അന്ത്യശാസനം എത്തിയതോടെ ഗൾഫ് മേഖലയിലെ ഭരണാധികാരികൾ അടിയന്തര നയതന്ത്ര നീക്കങ്ങളിലേക്ക് കടന്നു. പുതിയ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് മേൽ സ്വാധീനം ചെലുത്തണമെന്ന ഇറാന്റെ നിർദ്ദേശത്തിന് പിന്നാലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ ചർച്ച നടത്തി. മേഖലയിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറണമെന്നും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ വാഷിംഗ്ടൺ മുൻകൈ എടുക്കണമെന്നുമാണ് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ഏതെങ്കിലും രീതിയിൽ സ്വന്തം അതിർത്തികൾക്കോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെ ഭീഷണി ഉണ്ടായാൽ ശക്തമായ സൈനിക പ്രതിരോധം തീർക്കുമെന്നും സൗദി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ മേഖലയിലെ തന്ത്രപ്രധാന സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സായുധ സേനാ മേധാവി അസീം മുനീറും സൗദി അറേബ്യയിൽ 3 ദിവസത്തെ അടിയന്തര സന്ദർശനത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ഈ സന്ദർശനം പശ്ചിമേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളിൽ നയതന്ത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മേഖലയിലെ കടുത്ത സംഘർഷാവസ്ഥയെ തുടർന്ന് ആഴ്ചകളോളം തടസ്സപ്പെട്ട വിമാന സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ എയർലൈൻ കമ്പനികൾ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. മുൻകരുതലിന്റെ ഭാഗമായി വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്ന ഖത്തർ എയർവേസും ഇത്തിഹാദ് എയർവേസും ബഹ്റൈൻ, കുവൈറ്റ്, ഇർബിൽ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഓഗസ്റ്റ് 8 മുതൽ വീണ്ടും ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അബുദാബി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തിഹാദും ദോഹ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഖത്തർ എയർവേസും സർവീസ് പുനരാരംഭിക്കുന്നത് യാത്രാ മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എങ്കിലും എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള മറ്റു ചില പ്രമുഖ വിമാന കമ്പനികൾ ഈ റൂട്ടുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും സർവീസുകൾ നിരീക്ഷിക്കുകയും ചെയ്തു വരുന്നുണ്ട്. വ്യോമ ഗതാഗത രംഗത്ത് ചെറിയ തോതിലുള്ള ആശ്വാസം ദൃശ്യമാകുന്നുണ്ടെങ്കിലും സമുദ്ര സുരക്ഷാ മേഖലയിൽ ആശങ്കകൾ ഒഴിയുന്നില്ല. ലോക ആഗോള എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ തീരത്തിന് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണം നാവിക ഗതാഗതത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഒരെണ്ണക്കപ്പലിന് നേരെയുണ്ടായ ഈ ആക്രമണത്തിൽ കപ്പലും അതിലെ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സമുദ്രപാതകളിലെ അസ്ഥിരത വ്യാപാര മേഖലയ്ക്ക് വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ രാഷ്ട്രീയ യുദ്ധം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം ആഗോള സാമ്പത്തിക രംഗത്തെ തന്നെ തകിടം മറിക്കാൻ പോന്ന ഒന്നാണ്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ആക്രമിക്കപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ ഇന്ധന വില കുതിച്ചുയരാനും വൻ പണപ്പെരുപ്പത്തിനും കാരണമാകും. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിന്റെ ഇൻഷുറൻസ് നിരക്കുകൾ ഇതിനകം തന്നെ വർദ്ധിച്ചിട്ടുമുണ്ട്. ഒരു വിനാശകരമായ സൈനിക ഏറ്റുമുട്ടൽ ആർക്കും ഗുണം ചെയ്യില്ലെന്ന തിരിച്ചറിവിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ നയതന്ത്ര ചർച്ചകൾക്ക് വേഗത കൂട്ടുന്നത്. ഡൊണാൾഡ് ട്രംപിനെ യുദ്ധസമാനമായ ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ടെഹ്റാനെ സമാധാന ചർച്ചകളുടെ മേശക്കരികിലേക്ക് തിരികെ എത്തിക്കാനും അറബ് ലോകം നടത്തുന്ന അടിയന്തര ശ്രമങ്ങൾ വിജയിച്ചാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനവും സാമ്പത്തിക സുരക്ഷിതത്വവും പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. ഏഷ്യയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ തൊഴിൽ കേന്ദ്രമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഓരോ വ്യക്തിക്കും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. UAEയിൽ തൊഴിൽ ബന്ധങ്ങളിൽ പ്രധാനമായും നിയന്ത്രിക്കപ്പെടുന്നത് 2021 33-ാം നമ്പർ ഫെഡറൽ ഡിഗ്രി നിയമത്തിലൂടെയാണ്.
തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും പരസ്പര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആധുനിക ആഗോള തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമായി മുൻപുണ്ടായിരുന്ന 1980-ലെ പഴയ നിയമം പരിഷ്കരിച്ചാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കിയത്. മുൻപുണ്ടായിരുന്ന അൺലിമിറ്റഡ് കോൺട്രാക്ട് വ്യവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കി നിശ്ചിത കാലാവധിയുള്ള തൊഴിൽ കരാറുകൾ നിർബന്ധിതമാക്കിയതും ഇതിന്റെ ഭാഗമായാണ്. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന ഈ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ സ്വകാര്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. ഒരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ തൊഴിൽ ബന്ധത്തിന്റെ സുതാര്യത ഉറപ്പാക്കാൻ നിയമം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. തൊഴിലുടമ നൽകുന്ന ജോബ് ഓഫർ ലെറ്റർ അല്ലെങ്കിൽ തൊഴിൽ വാഗ്ദാന പത്രം മന്ത്രാലയം അംഗീകരിച്ച മാതൃകയിലുള്ളതായിരിക്കണം. ഇതിലടങ്ങിയിരിക്കുന്ന ബാർകോഡ് വഴി തൊഴിൽ വാഗ്ദാനത്തിന്റെ സാധുത ജീവനക്കാർക്ക് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. നിയമപ്രകാരം തൊഴിലുടമയും ജീവനക്കാരനും കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ തൊഴിലാളിയുടെ അനുമതിയില്ലാതെ ഓഫർ ലെറ്ററിലെ നിബന്ധനകളിൽ ഒരു മാറ്റവും വരുത്താൻ മാനേജ്മെന്റിന് അധികാരമില്ല. കൂടാതെ തൊഴിൽ നിയമം നൽകുന്ന കുറഞ്ഞ ആനുകൂല്യങ്ങളെക്കാൾ കുറഞ്ഞ വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്തിയാൽ അത്തരം വകുപ്പുകൾ നിയമപരമായി അസാധുവാകും. ജോലി സംബന്ധമായ അന്വേഷണങ്ങൾക്കോ സംശയങ്ങൾക്കോ മന്ത്രാലയത്തിന്റെ 600-590000 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. UAE-യിലെ സ്വകാര്യ മേഖലയിലെ സാധാരണ ജോലി സമയം പ്രതിദിനം 8 മണിക്കൂർ അഥവാ ആഴ്ചയിൽ പരമാവധി 48 മണിക്കൂറായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. യാത്രാ സമയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വിശുദ്ധ റമദാൻ മാസങ്ങളിൽ നോമ്പെടുക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രതിദിന ജോലി സമയത്തിൽ 2 മണിക്കൂർ കുറവ് വരുത്താൻ നിയമം അനുശാസിക്കുന്നുണ്ട്. ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി തുടർച്ചയായ 5 മണിക്കൂർ ജോലിക്ക് ശേഷം കുറഞ്ഞത് 1 മണിക്കൂർ വിശ്രമവേള നൽകേണ്ടതുണ്ട്. ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തൊഴിലിന്റെ സ്വഭാവമനുസരിച്ച് സമയം പുനഃക്രമീകരിക്കാമെങ്കിലും ഓവർ ടൈം ജോലി പ്രതിദിനം പരമാവധി 2 മണിക്കൂറിൽ കൂടരുത്. അധികമായി ജോലി ചെയ്യുന്ന മണിക്കൂറുകൾക്ക് നിയമപ്രകാരമുള്ള ഓവർ ടൈം വേതനം ലഭിക്കാൻ ജീവനക്കാർക്ക് പൂർണ്ണ അവകാശവുമുണ്ട്. ജീവനക്കാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും കുടുംബപരമായ ബാധ്യതകൾക്കും പിന്തുണ നൽകുന്ന വിപുലമായ അവധി വ്യവസ്ഥകൾ പുതിയ നിയമത്തിലുണ്ട്. എല്ലാ ജീവനക്കാർക്കും ആഴ്ചയിൽ കുറഞ്ഞത് 1 ദിവസം വേതനത്തോടു കൂടിയ വിശ്രമ ദിനം ലഭിക്കാൻ അവകാശമുണ്ട്. കുടുംബാംഗങ്ങളുടെ വിയോഗമുണ്ടാകുമ്പോൾ ദുഃഖാചരണത്തിനായി പ്രത്യേക അവധി നൽകുന്നുണ്ട്. പങ്കാളിയുടെ മരണത്തിൽ 5 ദിവസവും അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, ചെറുമക്കൾ, മുത്തച്ഛൻ, മുത്തച്ഛി എന്നിവരുടെ വേർപാടിന് 3 ദിവസവും വേതനത്തോടു കൂടിയ അവധിക്ക് അർഹതയുണ്ട്. അതുപോലെ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും കുട്ടി ജനിച്ച തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ ഉപയോഗിക്കാവുന്ന 5 പ്രവൃത്തി ദിവസത്തെ മാതൃത്വ അല്ലെങ്കിൽ പിതൃത്വ അവധിയും നിയമം ഉറപ്പു നൽകുന്നുണ്ട്. ഇതിനു പുറമെ ജോലി നഷ്ടപ്പെടുന്ന ഘട്ടങ്ങളിൽ ജീവനക്കാർക്ക് സാമ്പത്തിക സംരക്ഷണം നൽകാനായി ILOE എന്ന പേരിൽ നിർബന്ധിത തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയും UAE നടപ്പിലാക്കിയിട്ടുണ്ട്. കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ UAE സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. ഈ ഇലക്ട്രോണിക് പണമടവ് സംവിധാനം വഴി എല്ലാ മാസവും കൃത്യം 1-ാം തീയതി തന്നെ ശമ്പളം ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലോ വാലറ്റുകളിലോ എത്തിയെന്ന് മന്ത്രാലയം നിരീക്ഷിക്കുന്നു. കൂടാതെ 1 വർഷം തുടർച്ചയായി സേവനം പൂർത്തിയാക്കുന്ന പ്രവാസി ജീവനക്കാർക്ക് സേവനാനന്തര ആനുകൂല്യമായ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. ആദ്യ 5 വർഷത്തെ സേവനത്തിന് ഓരോ വർഷവും 21 ദിവസത്തെ അടിസ്ഥാന ശമ്പളവും 5 വർഷത്തിന് ശേഷമുള്ള ഓരോ വർഷത്തിനും 30 ദിവസത്തെ അടിസ്ഥാന ശമ്പളവുമാണ് ഗ്രാറ്റുവിറ്റിയായി ലഭിക്കുന്നത്. പുതിയ നിയമപരിഷ്കാരം അനുസരിച്ച് ജീവനക്കാരൻ രാജിവെച്ച് പിരിഞ്ഞാലും പിരിച്ചുവിട്ടാലും ഗ്രാറ്റുവിറ്റി ആനുകൂല്യത്തിൽ കുറവുണ്ടാകില്ല എന്നത് ശ്രദ്ധേയമാണ്. പരമ്പരാഗത ഗ്രാറ്റുവിറ്റിക്ക് പകരമായി പ്രതിമാസ നിക്ഷേപ ഫണ്ടുകളിലേക്ക് പണം മാറ്റാവുന്ന ഇതര സേവനാനന്തര പദ്ധതികളും ഈ സമീപകാലത്ത് രാജ്യത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷിതവും വിവേചനരഹിതവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പുവരുത്താൻ തൊഴിലുടമകൾ ബാധ്യസ്ഥരാണ്. അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കണം. നിർബന്ധിത തൊഴിലെടുപ്പിക്കൽ, വംശീയമോ ലിംഗപരമോ ആയ വിവേചനങ്ങൾ, ഭീഷണികൾ, ലൈംഗിക അതിക്രമങ്ങൾ, മാനസിക അധിക്ഷേപങ്ങൾ എന്നിവ പൂർണ്ണമായും ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ ജീവനക്കാർക്കും കൃത്യമായ ചുമതലകളുണ്ട്. നിയമത്തിലെ ആർട്ടിക്കിൾ 16 പ്രകാരം കരാർ വ്യവസ്ഥയിലുള്ള ജോലികൾ കൃത്യതയോടെ ചെയ്യുക, സ്ഥാപനത്തിന്റെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുക, ഉപകരണങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക, അനുമതിയില്ലാതെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാതിരിക്കുക എന്നിവ തൊഴിലാളിയുടെ കടമയാണ്. കൂടാതെ തൊഴിൽ ബന്ധം അവസാനിപ്പിച്ച് 30 ദിവസത്തിനുള്ളിൽ തൊഴിലുടമ നൽകിയിട്ടുള്ള താമസം ഒഴിഞ്ഞുകൊടുക്കാൻ ജീവനക്കാരൻ നിയമപരമായി ബാധ്യസ്ഥനാണ്. തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലും തർക്കങ്ങളോ അവകാശ ലംഘനങ്ങളോ ഉണ്ടായാൽ ജീവനക്കാർക്ക് മന്ത്രാലയത്തിന്റെ ലേബർ ക്ലെയിംസ് ആൻഡ് അഡ്വൈസറി സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. 800084 എന്ന ഹെൽപ്പ് ലൈൻ വഴി 1-ലധികം ഭാഷകളിൽ വിദഗ്ധോപദേശം ലഭ്യമാണ്. പ്രശ്നം നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ
കൈവരിക്കാൻ സാധിക്കാത്ത പക്ഷം മന്ത്രാലയത്തിൽ ഔദ്യോഗികമായി പരാതി രജിസ്റ്റർ ചെയ്യാം. മന്ത്രാലയം സാധാരണയായി ഇത്തരം ലേബർ തർക്കങ്ങളിൽ പരാതി ലഭിച്ച് 14 ദിവസത്തിനകം മധ്യസ്ഥതയിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. ഈ സമയപരിധിക്കുള്ളിൽ സമാധാനപരമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കേസ് ഔദ്യോഗികമായി ലേബർ കോടതിയിലേക്ക് കൈമാറുന്നതാണ്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഓരോ ജീവനക്കാരനെയും ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും സുരക്ഷിതമായ തൊഴിൽ ഭാവി ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരായി നടത്തുന്ന സൈനിക നടപടികളും അതിനെ തുടർന്നുണ്ടായ കടുത്ത വ്യോമാക്രമണങ്ങളും പശ്ചിമേഷ്യയെ വൻ യുദ്ധഭീതിയിൽ നിർത്തുമ്പോഴാണ് ലോക ശ്രദ്ധ തിരിക്കുന്ന പുതിയൊരു ഭൗമ രാഷ്ട്രീയ വിപ്ലവത്തിന് സൗദി അറേബ്യ വേദിയാകുന്നത്. അമേരിക്ക എന്ന ഒറ്റ സുരക്ഷാ കവചത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് അപകടമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് പുതിയൊരു സഖ്യം രൂപപ്പെടുന്നത്. സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നതായി ജിദ്ദയിൽ നിന്നും വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു താൽക്കാലിക സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെയും തെക്കേ ഏഷ്യയിലെയും സുരക്ഷാ സമവാക്യങ്ങളെ പാടെ തിരുത്തിയെഴുതുന്ന തന്ത്രപ്രധാനമായ ഒരു വഴിത്തിരിവാണ്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫ് എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘം ജിദ്ദയിൽ വെച്ച് നടക്കുന്ന ചരിത്രപരമായ ചടങ്ങിലാണ് ഈ സംയുക്ത കരാറിലേക്ക് കടക്കുന്നത്. ഈ നീക്കം പെട്ടെന്നൊരു ദിവസമെടുത്ത തീരുമാനമല്ലെന്ന് സൗദി സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി അണിയറയിൽ നടന്നു വന്നിരുന്ന ചർച്ചകൾക്കാണ് ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ വേഗത കൂട്ടിയിരിക്കുന്നത്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും ആണവശക്തിയായ പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപ്രധാനമായ പരസ്പര പ്രതിരോധ കരാറിന്റെ തുടർച്ചയും വിപുലീകരണവുമാണ് നിലവിലെ ത്രിരാഷ്ട്ര കരാർ. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറും പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫും മുൻകൂട്ടി തന്നെ ജിദ്ദയിൽ എത്തിയതും തുർക്കി പ്രസിഡന്റ് ഉർദോഗൻ ചർച്ചകൾക്കായി സൗദിയിൽ നേരിട്ടെത്തിയതും ഈ കരാറിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. മേഖലയിലെ പ്രധാനപ്പെട്ട 3 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരൊറ്റ പ്രതിരോധ കുടക്കീഴിൽ അണിനിരക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സുരക്ഷയിൽ പാശ്ചാത്യ ശക്തികൾക്കുണ്ടായിരുന്ന ഏകപക്ഷീയമായ ആധിപത്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ ഘടന പരിശോധിക്കുമ്പോൾ ഓരോ രാജ്യവും പരസ്പരം പൂരിപ്പിക്കുന്ന വലിയ സൈനിക സാമ്പത്തിക കരുത്തുകളാണ് പങ്കുവെക്കുന്നതെന്ന് നമുക്ക് കാണാം. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിരോധ ശേഷിയും ഊർജ്ജ സമ്പത്തുമുള്ള സൗദി അറേബ്യയ്ക്ക് ആവശ്യമായത് സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള ഉറപ്പുള്ള സൈനിക പിന്തുണയാണ്. അതേസമയം ദശാബ്ദങ്ങളായി യുദ്ധപരിചയവും വൻ വ്യോമ കരസേനാ ബലവും അതിനൊക്കെ അപ്പുറം ആണവായുധ ശേഖരവുമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. നേരത്തെ തന്നെ സൗദിയുമായി ഒപ്പുവെച്ച കരാറുകൾ പ്രകാരം തങ്ങളുടെ സൈനികരെ സൗദി അതിർത്തികളുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച പാരമ്പര്യം പാകിസ്ഥാനുണ്ട്. തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ തന്ത്രപ്രധാന സ്ഥാനവും സൈനിക ശേഷിയും ഉപയോഗിച്ച് വിദേശ സാമ്പത്തിക നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ പാകിസ്ഥാന് ഈ സഖ്യം വഴിയൊരുക്കുന്നുണ്ട്. മറുവശത്ത് നാറ്റോ അംഗമായ തുർക്കിയുടെ കടന്നുവരവാണ് ഈ കരാറിനെ അത്യാധുനിക സാങ്കേതിക തികവുള്ള ഒന്നാക്കി മാറ്റുന്നത്. അത്യാധുനിക ഡ്രോണുകൾ, നാവിക കപ്പലുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സ്വന്തമായി നിർമ്മിക്കുന്ന വൻ പ്രതിരോധ വ്യവസായ ശൃംഖല തുർക്കിക്കുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ നിബന്ധനകൾക്ക് വഴങ്ങാതെ തന്നെ സൗദിക്ക് ആവശ്യമായ സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറാൻ തുർക്കിക്ക് സാധിക്കും. ആധുനിക യുദ്ധങ്ങളിൽ നിർണായകമാകുന്ന തുർക്കിയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെ വൻ സൈനിക ബലവും ആണവ തടസ്സ ശേഷിയും സൗദിയുടെ അളവറ്റ സാമ്പത്തിക സ്രോതസ്സും ഒന്നിക്കുമ്പോൾ രൂപപ്പെടുന്നത് ഒരു പ്രാദേശിക മഹാശക്തി സഖ്യമാണ്. പശ്ചിമേഷ്യയിലെയും തെക്കേ ഏഷ്യയിലെയും സുരക്ഷ സ്വയം നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള ഒരു സഖ്യമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി സുരക്ഷയ്ക്ക് പകരം എണ്ണ എന്ന അമേരിക്കൻ സങ്കല്പത്തിലായിരുന്നു സൗദി അറേബ്യയുടെ വിദേശ നയം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി അമേരിക്കൻ വിദേശ നയത്തിലുണ്ടായ അസ്ഥിരതയും ഗൾഫ് മേഖലയിലെ നിർണായക കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ US കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്ന പരാതിയും റിയാദിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ സുരക്ഷ അപകടത്തിലാകരുതെന്ന് റിയാദ് ആഗ്രഹിക്കുന്നു. വാഷിംഗ്ടണുമായുള്ള ദീർഘകാല പങ്കാളിത്തം പൂർണ്ണമായും ഉപേക്ഷിക്കാതെ തന്നെ മറ്റന്താരാഷ്ട്ര പ്രാദേശിക ശക്തികളെ കൂട്ടുപിടിച്ച് സുരക്ഷാ കവചം ശക്തമാക്കുന്ന മൾട്ടി വെക്ടർ അഥവാ ബഹുമുഖ വിദേശ നയമാണ് സൗദി ഇപ്പോൾ സ്വീകരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് ഇരയാകാതിരിക്കാൻ തുർക്കിയെയും പാകിസ്ഥാനെയും പോലെയുള്ള പ്രാദേശിക പങ്കാളികളെ ഒപ്പം നിർത്തുന്നത് സൗദിക്ക് സുരക്ഷിതത്വം നൽകുന്നു. വൈറ്റ് ഹൌസിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും തങ്ങളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ഒരു സ്വതന്ത്ര പ്രാദേശിക കൂട്ടായ്മ വികസിപ്പിക്കുക എന്ന തന്ത്രപ്രധാനമായ നീക്കമാണിത്. വൻകിട ശക്തികളുടെ ആഗോള പോരാട്ടങ്ങളിൽ കേവലം ഒരു കരുവാകാതെ സ്വന്തം ഉപാധികളിൽ സുരക്ഷ നിശ്ചയിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രാപ്തമാകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. അടുത്ത കാലം വരെ പ്രാദേശിക സ്വാധീനത്തിനായി മത്സരിച്ചിരുന്ന സൗദിയും തുർക്കിയും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിച്ച് ഒരുമിച്ച് അണിനിരക്കുന്നു എന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ തന്ത്രത്തിലെ വലിയൊരു മാറ്റമാണ്. സുന്നി മേഖലയിലെ ഈ 2 മുൻനിര ശക്തികൾ പാകിസ്ഥാനൊപ്പം ഒന്നിക്കുമ്പോൾ അത് ഇറാനെ പ്രതിരോധിക്കാൻ മാത്രമല്ല മേഖലയിൽ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ അധിനിവേശ നീക്കങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കും.
അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും അനുമതിയില്ലാതെ തന്നെ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാദേശിക ശക്തികൾക്ക് സാധിക്കുമെന്ന സന്ദേശമാണ് ജിദ്ദയിലെ കരാറിലൂടെ നൽകുന്നത്. ഈ കരാർ നിലവിൽ വരുന്നതോടെ പശ്ചിമേഷ്യയിലെ പരമ്പരാഗത ചേരിചേരലുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇറാന്റെയും അമേരിക്കയുടെയും ആക്രമണ വ്യാപ്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിന്റെയും ചെങ്കടലിന്റെയും വാണിജ്യ പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ സഖ്യത്തിന് സാധിക്കും. അമേരിക്കയെയും പാശ്ചാത്യ സഖ്യത്തെയും മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന പഴയ യുഗം അവസാനിച്ചുവെന്ന് ജിദ്ദയിലെ ഈ കരാർ അടിവരയിടുന്നു. സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ സ്വന്തം വൻകരയിലെ ശക്തികളെ തന്നെ ഒപ്പം നിർത്തുന്ന സൗദിയുടെ പുതിയ നയം വരും വർഷങ്ങളിൽ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെയും സമാധാന അന്തരീക്ഷത്തെയും നിർണായകമായി സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. ഗൾഫ് നാടുകളിലേക്ക് ആദ്യമായി വിമാനമിറങ്ങുന്ന ഏതൊരു പ്രവാസിക്കും അനുഭവപ്പെടുന്ന ഒരു പ്രധാന സംഗതി അവിടുത്തെ ഭാഷാപരമായ വൈവിധ്യവും സാംസ്കാരിക സങ്കരവുമാണ്. ദുബായ്, ജിദ്ദ, ദോഹ, മസ്കറ്റ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ കാൽകുത്തുമ്പോൾ ചുറ്റിലും കേൾക്കുന്നത് കേവലം ഒരു ഭാഷയല്ല, മറിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ജനവിഭാഗങ്ങൾ സംസാരിക്കുന്ന നൂറുകണക്കിന് ഭാഷകളുടെ ഒരു സംഗീതമാണ്. 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് വസിക്കുന്ന ദുബായ് പോലെയുള്ള ആഗോള നഗരങ്ങളിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, മലയാളം, ഫിലിപ്പിനോ തുടങ്ങി അനേകം ഭാഷകൾ അന്യോന്യം കൂട്ടിമുട്ടുന്നു. എന്നാൽ ഈ ഭാഷാതീത സങ്കര സംസ്കാരത്തിനിടയിൽ പ്രവാസികളുടെ സംസാര ശൈലിയെയും ദൈനംദിന ജീവിതത്തെയും നിശബ്ദമായി വിരിഞ്ഞുമുറുക്കുന്ന ചില സവിശേഷമായ അറബി പദങ്ങളുണ്ട്. അറബി വ്യാകരണമോ അക്ഷരമാലയോ ഔദ്യോഗികമായി പഠിക്കാത്തവർ പോലും ഗൾഫിലെത്തി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചില പ്രത്യേക അറബി വാക്കുകൾ തങ്ങളുടെ സ്വന്തം മാതൃഭാഷയിൽ എന്ന പോലെ അനായാസം ഉപയോഗിക്കാൻ തുടങ്ങും. ജോലി സ്ഥലത്തോ ടാക്സി യാത്രയിലോ റെസ്റ്റോറന്റിലോ സൂക്കുകളിലോ ഒക്കെ നടക്കുന്ന ദൈനംദിന ഇടപെടലുകളിൽ നിന്നാണ് ഈ വാക്കുകൾ മലയാളിയുടെയും മറ്റ് വിദേശികളുടെയും നാവിലേക്ക് കടന്നു വരുന്നത്. ഇതൊരു കേവല ഭാഷാ പഠനമല്ല, മറിച്ച് ഗൾഫ് പ്രവാസത്തിന്റെ സ്വാഭാവികമായ ഒരു അതിജീവന തന്ത്രവും സാംസ്കാരികമായ പൊരുത്തപ്പെടലുമാണ്. തങ്ങൾ സംസാരിക്കുന്ന വാക്കുകളുടെ കൃത്യമായ വ്യാകരണ അർത്ഥം പൂർണ്ണമായി അറിയില്ലെങ്കിലും സാഹചര്യമനുസരിച്ച് ഈ വാക്കുകൾ കൃത്യമായി പ്രയോഗിക്കാൻ പ്രവാസികൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഗൾഫ് മണ്ണിൽ ഒരാളെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൈമാറുന്ന ഏറ്റവും മനോഹരമായ അഭിവാദ്യമാണ് മർഹബ. സാധാരണ ഇംഗ്ലീഷിലെ ഹലോ എന്ന വാക്കിന് തുല്യമായി ഇതിനെ കണക്കാക്കാമെങ്കിലും കേവലം ഒരു അഭിവാദ്യത്തിനപ്പുറം ഊഷ്മളമായ ഒരു സ്വീകരണ ഭാവമാണ് ഈ വാക്കിനുള്ളത്. സ്വാഗതം ചെയ്യുക അല്ലെങ്കിൽ സൗഹൃദത്തോടെ സ്വീകരിക്കുക എന്ന മാനസികാവസ്ഥയാണ് ഈ വാക്ക് പ്രകടമാക്കുന്നത്. വിമാനത്താവളങ്ങളിലും സ്ഥാപനങ്ങളുടെ റിസപ്ഷനുകളിലും അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിലെത്തുമ്പോഴുമൊക്കെ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ആത്മബന്ധമുണ്ട്. ഏതൊരു പുതിയ പ്രവാസിയും ഏറ്റവും ആദ്യം പഠിച്ചെടുക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ഇത്. അഭിവാദ്യത്തിന് തൊട്ട് പിന്നാലെ വരുന്ന സുപ്രധാനമായ ചോദ്യമാണ് കൈഫ് ഹാലക് എന്നത്. ഒരാളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഉപയോഗിക്കുന്ന ഈ പ്രയോഗം കേവലം സൗഹൃദ സംഭാഷണങ്ങളുടെ തുടക്കമാണ്. പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ കൈഫ് ഹാലക് എന്നും സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ കൈഫ് ഹാലിക് എന്നും വ്യത്യാസപ്പെടുത്തി ഉപയോഗിക്കണം എന്ന നേർത്ത വ്യാകരണപരമായ അറിവ് പോലും കാലക്രമേണ പ്രവാസികൾ സ്വായത്തമാക്കുന്നു. ഇതിന് മറുപടിയായി സാധാരണയായി കേൾക്കാറുള്ള അൽഹംദുലില്ലാഹ് എന്ന വാക്ക് ദൈവത്തിന് സ്തുതി, സുഖമായിരിക്കുന്നു എന്ന ആഴത്തിലുള്ള അർത്ഥതലമാണ് നൽകുന്നത്. പ്രവാസ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും സമചിത്തതയും കൃതജ്ഞതയും നിലനിർത്താൻ ഈ കുഞ്ഞു മറുപടി ഏറെ സഹായിക്കുന്നു. സംഭാഷണങ്ങൾക്കിടയിലെ വിടവുകൾ നികത്താനും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനും അറബികൾക്കിടയിലും പ്രവാസികൾക്കിടയിലും ഒരുപോലെ തരംഗമായ വാക്കാണ് യാനി അഥവാ യാ അനി. അതായത് നിങ്ങൾക്കറിയാമല്ലോ അല്ലെങ്കിൽ ഏറെക്കുറെ അങ്ങനെ എന്നൊക്കെ അർത്ഥം വരുന്ന ഈ വാക്ക് ഇംഗ്ലീഷിൽ ഐ മീൻ അല്ലെങ്കിൽ യു നോ എന്നതിന് തുല്യമായി ഉപയോഗിക്കപ്പെടുന്നു. ഒരു വാചകത്തിൽ നിന്ന് അടുത്ത വാചകത്തിലേക്ക് കടക്കുമ്പോൾ ചിന്തിക്കാൻ ഒരു നിമിഷം ലഭിക്കുന്നതിനായി ആളുകൾ ഈ വാക്ക് ഇടയ്ക്ക് തിരുകാറുണ്ട്. അറബി ഒട്ടും സംസാരിക്കാൻ അറിയാത്ത പ്രവാസികൾ പോലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ സംസാരത്തിൽ അറിയാതെ യാനി ഉപയോഗിച്ചു തുടങ്ങും. ഇതൊരു രസകരമായ കാഴ്ചയും കൂടിയാണ്. സ്നേഹവും ആദരവും നിറഞ്ഞ മറ്റൊരു ആഗോള പ്രശസ്തമായ അറബി പദമാണ് ഹബീബി. എന്റെ പ്രിയപ്പെട്ടവൻ എന്നാണ് ഇതിന്റെ അർത്ഥമെങ്കിലും ഗൾഫിലെ തെരുവുകളിൽ ഇതിന്റെ ഉപയോഗം അതിരുകളില്ലാത്തതാണ്. പുരുഷനോട് ഹബീബി എന്നും സ്ത്രീയോട് ഹബീബ്തി എന്നും പറയാം. ഒരു ടാക്സി ഡ്രൈവറോട് വഴി ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ കടക്കാരനോട് സാധനം വാങ്ങുമ്പോഴോ സഹപ്രവർത്തകനോട് സഹായം തേടുമ്പോഴോ ഒക്കെ വളരെ ലളിതമായി ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണിത്. ശകാരത്തിന്റെ മൂർച്ച കുറയ്ക്കാനും തമാശ രൂപത്തിൽ കാര്യങ്ങൾ പറയാനും ഈ വാക്ക് സഹായിക്കുന്നു. മലയാളികളടക്കമുള്ള ഏതൊരു പ്രവാസിയും ഗൾഫ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും പറയുന്നതുമായ സ്നേഹവാക്കുകളിൽ ഒന്നാണിത്. ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗൾഫ് മേഖലയിലാകെ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് ഇൻഷാ അല്ലാഹ്. ദൈവം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ദൈവകൃപയാൽ നടക്കും എന്നാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം. ഏത് വലിയ പദ്ധതികളെക്കുറിച്ചോ അല്ലെങ്കിൽ ലളിതമായ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചോ പറയുമ്പോൾ ഈ വാക്ക് കൂട്ടിച്ചേർക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ പ്രവാസി സമുദായങ്ങൾക്കിടയിൽ ഈ വാക്കിന് ഒരു തമാശ രൂപത്തിലുള്ള വ്യാഖ്യാനം കൂടിയുണ്ട്. ഒരു കാര്യം നടക്കുമെന്ന് ഉറപ്പ് നൽകുമ്പോഴും അതേസമയം അത് നടക്കാൻ വൈകിയേക്കാം അല്ലെങ്കിൽ കൃത്യസമയത്ത് നടന്നേക്കില്ല എന്നൊരു സൂചന നൽകാനും ആളുകൾ ഇൻഷാ അല്ലാഹ് എന്ന് ഉപയോഗിക്കാറുണ്ട്.
പ്രവാസികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും തമാശ രൂപത്തിലുള്ള ചർച്ചകളിലും ഈ വാക്ക് നിരന്തരം കടന്നു വരാറുണ്ട്. സംസാരത്തിന് കൂടുതൽ വിശ്വസ്തതയും ആത്മാർത്ഥതയും നൽകാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന പ്രയോഗമാണ് വല്ലാഹി. ദൈവത്തെ സാക്ഷിയാക്കി ഞാൻ സത്യം പറയുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. തങ്ങൾ പറയുന്ന കാര്യം തികച്ചും സത്യമാണെന്ന് അവരനെ ബോധ്യപ്പെടുത്താൻ കച്ചവടക്കാരും ഉപഭോക്താക്കളും സുഹൃത്തുക്കളുമെല്ലാം ഇത് ഉപയോഗിക്കുന്നു. കച്ചവടത്തിൽ വിലപേശുമ്പോഴും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു അനുഭവം വിവരിക്കുമ്പോഴും വല്ലാഹി എന്ന് പറയുമ്പോൾ കേൾവിക്കാരന് അതിലൊരു പ്രത്യേക വിശ്വാസ്യത അനുഭവപ്പെടുന്നു. ഗൾഫിലെ ദിവസേനയുള്ള ഇടപാടുകളിൽ സത്യസന്ധതയുടെ മുദ്രയായി ഈ വാക്കങ്ങനെ നിലകൊള്ളുന്നു. ഗൾഫിലെ പരമ്പരാഗത സൂക്കുകളിലും വൻകിട മാളുകളിലും ചില്ലറ വിൽപ്പനശാലകളിലും ചെന്നാൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒന്നാണ് വില ചോദിക്കാനുള്ള കഴിവ്. ഇതിനായി അറബി അറിയാത്ത പ്രവാസികൾ പോലും ഉപയോഗിക്കുന്ന എളുപ്പ വഴിയാണ് ബിക്കം എന്ന വാക്ക്. ഇതിനെത്രയാണ് എന്ന ചോദ്യത്തിനുള്ള വളരെ ലളിതമായി ഒരൊറ്റ വാക്കിൽ ഉൾക്കൊള്ളിക്കാൻ ഇതിന് സാധിക്കുന്നു. കച്ചവടക്കാരനോട് സാധനത്തിന്റെ വില ചോദിച്ച ശേഷം സംഖ്യകൾ വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ കൊണ്ടോ കാണിച്ചു തരുമ്പോൾ കാര്യം എളുപ്പത്തിൽ നടക്കുന്നു. അതിനാൽ സാമ്പത്തിക ഇടപാടുകളുടെ ആദ്യപടിയായി ബിക്കം മാറുകയാണ്. വേഗതയുടെയും ചലനാത്മകതയുടെയും പ്രതീകമായ മറ്റൊരു വാക്കാണ് യല്ല അഥവാ യാ അല്ല. വേഗം വരൂ, പോകാം, നമുക്കിറങ്ങാം, വേഗമാകട്ടെ എന്നിങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് നാനാ അർത്ഥങ്ങളിൽ ഈ വാക്ക് നമുക്ക് പ്രയോഗിക്കാം. കൂട്ടുകാരോടൊപ്പമുള്ള യാത്രകൾക്കിറങ്ങുമ്പോഴും ജോലി സ്ഥലത്ത് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെടുമ്പോഴും ഈ വാക്ക് ഉറക്കെ മുഴങ്ങി കേൾക്കുന്നത് കാണാം. ഫോൺ സംഭാഷണങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ യല്ല ബൈ എന്ന് പറഞ്ഞ് യാത്ര പറയുന്ന വിചിത്രമായ ഒരു മിശ്ര ഭാഷാ ശൈലി പോലും പ്രവാസികൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഏതൊരു കാര്യത്തിന്റെയും അവസാനത്തെ അടയാളപ്പെടുത്തുന്ന വാക്കാണ് ഖലാസ്. മതി, കഴിഞ്ഞു, തീർന്നു അല്ലെങ്കിൽ പ്രവർത്തനം നിർത്തൂ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ. ഒരു നീണ്ട ചർച്ചയ്ക്ക് വിരാമമിടാനും ജോലി പൂർത്തിയായെന്ന് അറിയിക്കാനും അല്ലെങ്കിൽ ഇനി ഭക്ഷണം വേണ്ട എന്ന് കഫ്റ്റീരിയയിൽ പറയുന്നതിനുമെല്ലാം ഖലാസ് എന്ന ഒറ്റ വാക്ക് മതിയാകും. പ്രവാസി ജീവിതത്തിലെ സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കുമൊടുവിൽ ഒരു വിരാമ ചിഹ്നമിടാൻ സഹായിക്കുന്ന ഈ വാക്കുകളുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഗൾഫിലെത്തി ആദ്യ നാളുകളിൽ തന്നെ ഈ അറബി വാക്കുകളെല്ലാം മനഃപ്പാടമാക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജോലി സ്ഥലത്തും താമസ സ്ഥലത്തും വീതികളിലും കടകളിലുമെല്ലാം കേട്ട് പരിചയിച്ച് പതുക്കെ ഈ വാക്കുകൾ ആളുകളുടെ ബോധ മനസ്സിലേക്ക് താനെ ചേക്കേറുകയാണ് ചെയ്യുന്നത്. സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയായ ഗൾഫ് നാടുകളിൽ ഈ വാക്കുകൾ കേവലം ഒരു ഭാഷാ പ്രയോഗം മാത്രമല്ല, മറിച്ച് മരുഭൂമിയിൽ അന്യോന്യം കൈകോർത്ത് ജീവിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാംസ്കാരിക കണ്ണികളാണ്. ഒരു ദിവസം മർഹബ എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തു തുടങ്ങി, യല്ല എന്ന് പറഞ്ഞ് ഒരുമിച്ചിറങ്ങി, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് പ്രതീക്ഷകൾ പങ്കുവെച്ച് ഏറ്റവും ഒടുവിൽ ഖലാസ് എന്ന് പറഞ്ഞ് ഒരു നീണ്ട ദിവസത്തെ അധ്വാനം അവസാനിപ്പിക്കുമ്പോൾ ഏതൊരു പ്രവാസിയും താൻ അറിയാതെ തന്നെ ഈ ആതിഥേയ നാടിന്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഭാഷ അതിരുകൾ തീർക്കുന്ന ലോകത്ത് ഇത്തരം ലളിതമായ വാചകങ്ങൾ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു എന്നത് ഗൾഫ് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. മസ്കറ്റിൽ റോഡരികിലും അനുമതിയില്ലാത്ത പൊതുസ്ഥലങ്ങളിലും വാഹനം നിർത്തിയിട്ടുള്ള അനധികൃത വിൽപ്പനയ്ക്കെതിരെ മുന്നറിയിപ്പുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി രംഗത്ത്. വാഹനങ്ങൾ വിൽപ്പനയ്ക്കായി വെക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങൾ മാത്രമേ ഇനി മുതൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. താമസ മേഖലകളുടെ ഭംഗി കവരുന്നതിനോടൊപ്പം ഗതാഗത തടസ്സത്തിനും പൊതു സൗകര്യങ്ങളുടെ ദുരുപയോഗത്തിനും വഴിവെക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതർ നടപടി കർശനമാക്കിയിരിക്കുന്നത്. നിയമം ലംഘിച്ച് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ ഉദ്യോഗസ്ഥർ ആദ്യം മുന്നറിയിപ്പ് സ്റ്റിക്കർ പതിക്കും. തുടർന്ന് വാഹനം മാറ്റിയിടാൻ ഉടമയ്ക്ക് കൃത്യമായ സമയപരിധി അനുവദിക്കും. നൽകിയ സമയത്തിനകം വാഹനം മാറ്റിയിട്ടില്ലെങ്കിൽ മുനിസിപ്പൽ ചട്ടപ്രകാരമുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. UAE ബിസിനസ് ലൈസൻസ് വിവരങ്ങൾ ഒരൊറ്റ ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ UAE ഭരണകൂടം വേഗത്തിലാക്കി. ദേശീയ സാമ്പത്തിക രജിസ്ട്രിയായ ഗ്രോത്ത് പ്ലാറ്റ്ഫോമും വിവിധ എമിറേറ്റുകളുടെയും ഫ്രീ സോണുകളിലെയും ലൈസൻസിംഗ് അതോറിറ്റികളും തമ്മിലുള്ള ഡിജിറ്റൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനായി UAE സമ്പദ് വ്യവസ്ഥ ടൂറിസം മന്ത്രാലയം പ്രത്യേക സാമ്പത്തിക ശില്പശാല സംഘടിപ്പിച്ചു. രാജ്യത്തെ വ്യവസായ അന്തരീക്ഷം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുകയുമാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്ലാറ്റ്ഫോമുകളുടെ ഏകോപനം പൂർത്തിയാക്കുന്നതോടെ നിക്ഷേപകർക്കും ബിസിനസ് സംരംഭകർക്കും വ്യാപാര ആവശ്യങ്ങൾക്കുള്ള ലൈസൻസ് വിവരങ്ങൾ, വ്യാപാര നാമങ്ങൾ, സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡേറ്റ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ തത്സമയം അറിയാൻ സാധിക്കും. രാജ്യത്തെ ഡിജിറ്റൽ സേവനങ്ങൾ ലളിതമാക്കാനും സുരക്ഷിതമായ ബിസിനസ് അന്തരീക്ഷം ഒരുക്കാനും ഈ നീക്കം വലിയ സഹായകരമാകും. UAE ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ച് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴി തൊഴിലാളികളെ നിയമിക്കുമ്പോൾ തൊഴിലുടമയ്ക്ക് 2 വർഷത്തെ സാമ്പത്തിക സംരക്ഷണവും ഗ്യാരണ്ടിയും ലഭിക്കും. പ്രൊബേഷൻ കാലയളവിന് ശേഷമോ അതിനു മുൻപോ തൊഴിലാളികൾ ഒളിച്ചോടുകയോ ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയോ കൃത്യമായ കാരണങ്ങളില്ലാതെ ജോലി ഉപേക്ഷിക്കുകയോ ചെയ്താൽ കരാറിലെ ശേഷിക്കുന്ന കാലാവധി കണക്കാക്കി റിക്രൂട്ട്മെന്റ് ചെലവിന്റെ ഒരു വിഹിതം തൊഴിലുടമയ്ക്ക് തിരിച്ചു കിട്ടും. അതേസമയം ഏജൻസികളെ
ഒഴിവാക്കി നേരിട്ട് നിയമനം നടത്തുന്നവർക്ക് ഈ ഗ്യാരണ്ടിയോ സാമ്പത്തിക സുരക്ഷിതത്വമോ ലഭിക്കില്ല. ഇത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന മുഴുവൻ നിയമപരമായ പ്രത്യാഘാതങ്ങളും സാമ്പത്തിക ബാധ്യതകളും തൊഴിലുടമ തന്നെ വഹിക്കേണ്ടി വരും. അതിനാൽ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഇരു വിഭാഗത്തിന്റെയും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി മനസ്സിലാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. സൗദി അറേബ്യയുടെ തെക്കൻ അതിർത്തി മേഖലയായ നജ്റാനിൽ ഹൂതി വിമതർ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. റിയാദ് കേന്ദ്രീകരിച്ചുള്ള സഖ്യസേനാ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കിയാണ് വിവരം അറിയിച്ചത്. പരിക്കേറ്റവരിൽ സൗദി പൗരന്മാർക്ക് പുറമെ വിദേശ തൊഴിലാളികളും ഉൾപ്പെടുന്നു. ഒരു സ്ത്രീയെയും 4 വയസ്സുള്ള കുട്ടിയെയും കൂടാതെ 2 ഈജിപ്ഷ്യൻ പ്രവാസികൾക്കും ഒരു യമൻ പാകിസ്ഥാൻ സ്വദേശിക്കുമാണ് പരിക്കേറ്റത്. ജനവാസ കേന്ദ്രങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യമിട്ട് നടന്ന ഈ നീക്കം അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്ന് സഖ്യസേന വ്യക്തമാക്കി. ഇതിന് പിന്നാലെ മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയ സൗദി അറേബ്യ സാധാരണക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ചെങ്കടലിൽ യമൻ തീരത്തിന് സമീപം MSV ഫൈസ് നൂറെ ഒലിയ എന്ന ഇന്ത്യൻ ചരക്ക് കപ്പൽ ഹൂതി ആക്രമണത്തിൽ തകർന്നു മുങ്ങിയിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാർ ഉൾപ്പെടെ 14 ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെങ്കിലും ചെങ്കടൽ മേഖലയിലെ ഹൂതി ഭീഷണി കൂടുതൽ കടുക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.